തൃശൂർ അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് വനംവകുപ്പ്. ആനയെ ചികിത്സിക്കാനായി വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ. ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലാണ് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗങ്ങളിൽ മസ്തിഷ്കത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനാനയെ കാണുന്നത്. കാലടി, പ്ലാന്റേഷൻ, ഏഴാറ്റുമുഖം തുടങ്ങിയ ജനവാസ മേഖലകളിൽ പലതവണ ആനയെത്തിയപ്പോൾ പ്രദേശവാസികളാണ് മുറിവ് കണ്ടെത്തിയത്. ദിവസങ്ങൾക്കകം ഇതേ മുറിവിൽ നിന്നും രക്തവും ചലവും ഒഴുകി തുടങ്ങിയതോടെയാണ് ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന തെരച്ചിലിൽ ആന അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗങ്ങളിൽ സ്ഥിരമായി എത്തുന്നതായി വനംവകുപ്പ് RRT സംഘങ്ങൾ കണ്ടെത്തി. ഇതേ തുടർന്നാണ് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അരുണും സംഘവും നാളെ അതിരപ്പള്ളിയിൽ എത്തും. വിക്രം, കോന്നി സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകാനാണ് നിലവിലെ തീരുമാനം. ജനം, തൃശൂർ.